ശാരീരികമായും സാമ്പത്തികമായും അവശത അനുഭവിക്കുകയാണ് കാസർഗോഡ് തളങ്കര സ്വദേശിനിയും വിധവയുമായ സരോജിനി. ഏത് നിമിഷവും തകരാൻ സാധ്യതയുള്ള വീട്ടിലാണ് സരോജിനിയുടെ താമസം. മാസാമാസം ലഭിക്കുന്ന പെൻഷൻ തുക മാത്രമാണ് ഏക ഉപജീവന മാർഗം. ഏത് നിമിഷവും നിലംപൊത്താറായ കെട്ടിടം. വീടിൻ്റെ അവസ്ഥ കണ്ടാൽ എങ്ങനെയാണ് ഇവിടെ താമസിക്കുക എന്ന് തോന്നും. ഇവിടെയാണ് ഈ പെരുമഴക്കാലത്തും സരോജിനിയുടെ താമസം. സരോജിനിയുടെ ഭർത്താവ് മരിച്ചു. സ്വന്തമായി വീടില്ലാത്തതിനാൽ മകൾ പൂർണിമയും കൊച്ചുമകൾ ആഗ്നേയയും സരോജിനിക്കൊപ്പം ഈ വീട്ടിലുണ്ട്. പെരുമഴയും കാറ്റും ഒരുമിച്ചെത്തുമ്പോൾ ആഗ്നേയയെ അമ്മമ്മ ചേർത്ത് പിടിക്കും. മൂവരും ഉറങ്ങാതെ ആ രാത്രി കഴിച്ചുകൂട്ടും. മകൾ പൂർണിമയ്ക്കൊപ്പം എന്തെങ്കിലും ജോലി ചെയ്യാമെന്ന് വെച്ചാൽ വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ അതിന് തടയിടും. പിന്നെ എനിക്ക് പണിയെടുത്തിടാൻ കഴിയും. അനേക സുക്കേടുണ്ട്, ഇല്ലാതെ സുക്കേടില്ല. തലക്കും ശരിയില്ല, ശരീരത്തിനും ശരിയില്ല, ഒന്നും ശരിയില്ല. ആരും സഹായിക്കാനില്ല. ഈ പോരാ ഒരു ഇത് എനിക്കൊരു പേടി സ്വപ്നമായിട്ട് മാറിപ്പോയി. ആഗ്നേയയ്ക്ക് ഹൃദയ സംബന്ധമായ അസുഖമുണ്ട്. ഓപ്പറേഷൻ ചെയ്താലേ അസുഖം പൂർണ്ണമായും ഭേദമാവൂവെന്ന് ഡോക്ടർമാർ നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ ഓപ്പറേഷന് വേണ്ട 1.5 ലക്ഷം രൂപ എങ്ങനെ കണ്ടെത്തുമെന്ന് സരോജിനിക്കറിയില്ല. തളങ്കര ബാന്തുക്കുടി തറവാടിൻ്റെ കീഴിലാണ് ഇപ്പോൾ താമസിക്കുന്ന ഭൂമിയുള്ളത്. ഇവിടെ താമസിക്കാൻ മാത്രമാണ് സരോജിനിക്കും കുടുംബത്തിനും അനുവാദം നൽകിയിരിക്കുന്നത്. രാത്രിയും പകലും നൈറ്റ് പേടി തന്നെ. രാത്രി ഉറക്കമില്ല. ഉറക്ക ഗുളിക വരെ കുടിച്ചിട്ട് കിടന്നു. ഞാൻ ഇന്നലെ വരെ കുടിച്ചിട്ട് കിടന്നു. പേടിയാന്ന്. ഒരു കാറ്റ് വരുമ്പോൾ മഴ വരുമ്പോൾ പേടിയാന്ന്. തറയില്ലാത്ത മണ്ണിൻ്റെ വീട് ഭീഷണിപ്പെടുത്തുന്നു. പറ്റ പൊട്ടിയിട്ട് നിന്നിന് മണ്ണല്ല, മേൽക്കൂരയില്ല. സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് വീട്ടിലേക്കുള്ള കുടിവെള്ള കണക്ഷൻ പോലും ലഭിച്ചിട്ടില്ല. വാർദ്ധക്യ പെൻഷൻ മാത്രമാണ് ഏക ഉപജീവന മാർഗം. ജില്ലയിലുടനീളം അതിതീവ്രമായി മഴ പെയ്യുന്നുണ്ട്. കനത്ത മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും വീശുന്നുണ്ട്. ഈ സമയത്ത് ഈ അടച്ചുറപ്പില്ലാത്ത വീട്ടിനുള്ളിൽ തീ തിന്നുകയാണ് സരോജിനി അമ്മ. ഈ മഴക്കാലം കഴിയും വരെയെങ്കിലും താമസിക്കാൻ താൽക്കാലിക സംവിധാനമൊരുക്കാൻ സുമനസ്സുകളുടെ സഹായം വേണം. രജീഷ് കരുവള്ളൂരിനൊപ്പം അരുൺ പാറക്കൽ, 24 കാസർഗോഡ്.